എല്ലാവർക്കും എൻ്റെ പ്രണാമം. അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം, അതിൽ നാനാത്വഭ്രമം ഉളവാക്കുന്ന ശക്തി, അതിൻ്റെ പേരാണ് മായ. ഈ ശക്തിയെ നമുക്ക് നേരിട്ട് കാണാനേ സാധ്യമല്ല. ശക്തി അതിൻ്റെ കാര്യരൂപങ്ങളെ ഉണ്ടാക്കി മറയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഊഹിക്കാം. ആരുടെയും ശക്തി നേരിട്ട് കാണാൻ സാധ്യമല്ല. ഒരു ഐന്ദ്രജാലികൻ, അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതകരങ്ങളായ ഇന്ദ്രജാലങ്ങൾ കാണിക്കാൻ കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹം പഠിച്ചിട്ടുള്ള ഇന്ദ്രജാലങ്ങളൊക്കെ കാണിക്കാനുള്ള ശക്തി അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമോ ആ ശക്തിയെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് പഠിച്ച ഇന്ദ്രജാല ദൃശ്യങ്ങളെയൊക്കെ പ്രദർശിപ്പിക്കാൻ കഴിയും. ഇതുപോലാണ് ബ്രഹ്മവും. ഇന്ദ്രജാല ദൃശ്യങ്ങൾ കാണുമ്പോൾ മാത്രമേ ഐന്ദ്രജാലികനിൽ ആ ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റൂ. ശക്തിയെ ഊഹിക്കുകയാണ്. അതുപോലെ അനന്ത നാമരൂപങ്ങൾ ഉണ്ടായി മറയുന്നത് കാണുമ്പോൾ ബ്രഹ്മത്തിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ ആ ശക്തി മായാശക്തിയാണ്. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ലാത്ത ദൃശ്യങ്ങളെ ഉള്ളതുപോലെ കാണിക്കുന്നു. ഐന്ദ്രജാലികനെ പോലെ ഇന്ദ്രജാലക്കാരൻ ഉണ്ടാക്കി കാണിക്കുന്ന ഒന്നും വാസ്തവത്തിലുള്ളതല്ല. ഉള്ളതുപോലെ കാണുന്നു, അത്രയേ ഉള്ളൂ. ബ്രഹ്മം, ബ്രഹ്മശക്തിയായ മായ, ബ്രഹ്മത്തിന് തന്നെ പുരുഷൻ എന്നൊരു പേരുണ്ട്. അപ്പോൾ ശക്തിക്ക് പ്രകൃതി, പുരുഷൻ പ്രകൃതി, ബ്രഹ്മം മായ. കൃഷ്ണൻ ഗീതയിലും വ്യക്തമായി പറയുന്നു, ദൈവീ ഹേഷ ഗുണമയീ മമ മായ ദുരത്യയ. ഈ മായയൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു. കാരണം അംഗീകരിക്കാതെ, മായയെ അംഗീകരിക്കാതെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരങ്ങൾ ഈ നാനാത്വഭ്രമത്തെ വിവരിക്കാനേ സാധ്യമല്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്, ദൈവീ ഹേഷ ഗുണമയീ ദൈവീ, ദിവ്യയായ ശക്തി. എന്താ കാര്യം? അനന്ത നാമരൂപങ്ങളെ ഉണ്ടാക്കി അഴിക്കുന്നതായി തോന്നുന്നു. ഈ ശക്തിയും ശക്തികാര്യങ്ങളും ഒക്കെ സത്യം പൂർണ്ണമായി വെളിപ്പെടുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണ്. അവ ഉണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ ഇവയുടെ വിവരണങ്ങൾ ആവശ്യമുള്ളൂ. സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞ ഒരാളിന് മായയുമില്ല, മായാകാര്യങ്ങളുമില്ല, കേവലം ജഗദീശ്വരൻ മാത്രം സർവത്ര. ഇക്കാര്യം ഓർമ്മിച്ച് സത്യം കണ്ട ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഈ വസ്തുത വ്യക്തമായി ധരിക്കുക. ഈ പലത് കാണുന്നത് വെറും ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇന്ദ്രജാലം, സ്വപ്ന ഇന്ദ്രജാല സദൃശം. വിദ്യാരണ്യസ്വാമികൾ പറയും, പഞ്ചദശി എഴുതിയ ആള്, ഇതൊരു സ്വപ്നം അല്ലെങ്കിൽ ഇന്ദ്രജാലം. എന്തുകൊണ്ട്? അചിന്ത്യരചനാത്മകം. ഇത് എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി, പുറത്തന്വേഷിക്കുന്ന ആർക്കും ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല, ഒരു ശാസ്ത്രജ്ഞനും. അചിന്ത്യരചനാത്മകം, ദൃഷ്ടനഷ്ടം. ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാവുന്നു. സൂര്യചന്ദ്രന്മാർ പോലും ദൃഷ്ടനഷ്ടം, ജഗത് പശ്യൻ, അങ്ങനെയുള്ളതാണ് ഈ ജഗത്ത്. ഇത് മനസ്സിലാക്കിയാൽ കോ അനുരഞ്ജിയേച്ച പൂർവവത്, ഈ ദൃശ്യങ്ങളുമായി വിട്ടുപോകാൻ വയ്യാത്ത ബന്ധം ആരുറപ്പിക്കും? അല്പമെങ്കിലും ബുദ്ധിയുള്ള ആൾ മനസ്സുകൊണ്ട് ഒരു ദൃശ്യവുമായും വിട്ടുപോകാൻ വയ്യാത്ത ബന്ധം ഉറപ്പിക്കുകയില്ല. ഈ വിട്ടുപോകാൻ വയ്യാത്ത ബന്ധമാണ് സംഘം. നിസ്സംഗനായി കർമ്മം ചെയ്യൂ,
ഗീത ആരംഭം മുതൽ പറയുന്നത് അതാണ്. അല്ല കർമ്മം ചെയ്യണമെന്നല്ല. കർമ്മത്തിൽ നമ്മൾ വന്നകപ്പെട്ടു. എങ്ങനെയാണെന്നൊന്നും ഒരു നിശ്ചയമില്ല. എങ്ങനെയോ വന്നകപ്പെട്ടു പോയി. വാസ്തവത്തിൽ രക്ഷപ്പെടേണ്ടത് ഈ കർമ്മത്തിൽ നിന്നാണ്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. സംഘം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യൂ. അതാണ് യജ്ഞം. സംഘമില്ലാതെ ചെയ്യുന്ന കർമ്മത്തെയാണ് കൃഷ്ണൻ യജ്ഞം എന്ന് പറയുന്നത്. സംഘമില്ലാതായാൽ സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. നിസ്സംഗനായാൽ മോഹമില്ല. എന്താ മോഹം? ജഡം സത്യം എന്ന ചിന്തയെ വിട്ടുപോകും. നിർമോഹത്വേ നിശ്ചല തത്വം. മനസ്സിൽ ഈ ജഡം സത്യമല്ല എന്നുറപ്പുവരുന്ന നിമിഷം നിശ്ചല തത്വം, നിശ്ചലമായ ആത്മതത്വം തെളിഞ്ഞു കിട്ടും. നിശ്ചല തത്വേ ജീവൻ മുക്തി. എങ്ങനെ തെളിയും? ഞാനാ നിശ്ചല തത്വമാണ്. ഞാനീ ജനിച്ചു മരിക്കുന്ന ജഡമല്ല. ഇതൊരിക്കൽ ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു കാരണവശാലും നഷ്ടമാവില്ല. മറ്റ് ഈശ്വര സങ്കല്പങ്ങളെപ്പോലല്ല. കാരണം ഇത് ശാസ്ത്ര സത്യമാണ്. ഈ സത്യം ഒരാളിന് വ്യക്തമായി തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെ എവിടെ കിടന്ന് എന്ത് രോഗം പിടിച്ച് അഴുകി നശിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല. കാരണം ഞാൻ ശരീരമേ അല്ല. ആ ശരീരത്തിന് എന്ത് സംഭവിച്ചാലെന്താ? പക്ഷെ പലരും അദ്ദേഹത്തെ പോലും വിലയിരുത്തുന്നത് ആ ശരീരത്തെ കണ്ടിട്ടാണ്. അത് ഈ അഖണ്ഡബോധതത്വത്തെക്കുറിച്ച് ഒരു പിടിയുമില്ലാത്ത ആളുകൾക്ക് അങ്ങനെയല്ല, അത് നിവർത്തിയില്ലല്ലോ. എന്തായാലും ഈ അഖണ്ഡമായ ബോധതത്വത്തിൽ നാമരൂപങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും ഈ ശക്തി, ഇന്ദ്രജാല ശക്തി ഒളിഞ്ഞിരിക്കുന്നു. ഒരൈന്ദ്രജാലികനിൽ അദ്ദേഹം ഇന്ദ്രജാലം പ്രകടമാക്കാതിരിക്കുമ്പോഴും പ്രകടമാക്കാനുള്ള ശക്തി ഒളിഞ്ഞിരിക്കുന്നു. മരുഭൂമിയിൽ കാനൽ ജലം കാണാതിരിക്കുമ്പോഴും കാനൽ ജലം കാണിക്കാനുള്ള ശക്തി അതിലൊളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ കാനൽ ജലം കാണുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ മരുഭൂമിയെ നല്ലവണ്ണം കണ്ടറിഞ്ഞ ആൾക്കിനി എന്ത് ശക്തി? അദ്ദേഹത്തിന് കാനൽ ജലം ഇല്ലേ? ഇല്ല. അതുപോലെയാണ് ഗുരുദേവൻ 57-ാം പദ്യത്തിൽ പറയുന്നു, അലയറും ആഴിയിലുണ്ട് അനന്തമായാകലയിതു കല്യ അനാദികാര്യമാകും. അലയറും ആഴിയിൽ, ഒരു സമുദ്രത്തിൽ പത, കുമിള, തിരകൾ ഇതെല്ലാം പൊന്തുന്നു, മറയുന്നു, വീണ്ടും പൊന്തുന്നു, മറയുന്നു. ചിലപ്പോ ഇതൊക്കെ മറഞ്ഞ് സമുദ്രം വളരെ ശാന്തമായി ഒരു ചലനവും ഇല്ലാത്തതുപോലെ കിടക്കുന്നുണ്ടാവാം. എങ്കിലും ആ സമുദ്രത്തിൽ പതയും കുമിളയും അലകളും തിരകളും ഒക്കെ ഉണ്ടാക്കാനുള്ള ശക്തി ഒളിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമോ ഉണ്ടാവും, വീണ്ടും ഉണ്ടാവും, മറയും, വീണ്ടും ഉണ്ടാവും, മറയും. ഇങ്ങനെ 1000 തവണ ഉണ്ടായിക്കോട്ടെ, മറഞ്ഞോട്ടെ. വെള്ളമല്ലാതെ അല്പം പോലും മറ്റൊരു വസ്തുവില്ല. തിരയും കുമിളയും പ്രകടമായി കാണുമ്പോൾ പോലും വെള്ളമല്ലാതെ മറ്റൊരു വസ്തുവില്ല. ഇതങ്ങോട്ട് ഉറപ്പിക്കുക. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ കണ്ടോട്ടെ, മറഞ്ഞോട്ടെ, രാജ്യങ്ങൾ യുദ്ധം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കട്ടെ, എല്ലാം നടക്കട്ടെ, എല്ലാം. പക്ഷേ ഒരേ ഈശ്വരതത്വം, ബോധം, അതല്ലാതെ ഇവിടെ അണുപോലും മറ്റൊന്നുമില്ല. കളിയിലൊക്കെ നമുക്കും പങ്കുകൊള്ളാം. ഇവിടെ നിന്ന് ഓടിക്കളയാൻ പറ്റില്ല. കർമ്മം അത് നിസ്സംഗമായി ചെയ്യുക, ഈ തത്വം ഉറപ്പുവരിക. ആ കർമ്മം നമ്മെ ബന്ധിക്കില്ല. നിസ്സംഗത്വം മനസ്സിന് വരാൻ തുടങ്ങിയാൽ തന്നെ കർമ്മത്തിൽ നിന്നുള്ള വിമുക്തി. കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിൽ നിന്നുള്ള വിമുക്തി. ശരീരം കർമ്മം ചെയ്യുന്നു,
പക്ഷെ എനിക്ക് ഈ കർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ നിശ്ചല ബോധമാണ്. എന്നിലെങ്ങനെയാണ് കർമ്മം വരിക? ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ തന്നെ നല്ല സുഖം കിട്ടും. അതാണ് അലയറും ആഴിയിൽ തിരയും കുമിളയും ഒക്കെ അടങ്ങിയ സമുദ്രത്തിൽ ഉണ്ട് അനന്തമായാകല, അനന്തമായ മായാശക്തി. അതിൽ തിരകളും കുമിളകളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന മായാശക്തി അതിലുണ്ട്. ശക്തിയെ വേർപെടുത്തി നമ്മൾ കാണുന്നില്ലെങ്കിലും അതിലുണ്ട് എന്ന് ഒരു സത്യദർശി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ അഖണ്ഡബോധ സത്യത്തിൽ അത് ശുദ്ധമായ രൂപത്തിൽ നിൽക്കുമ്പോൾ പോലും ഒരാൾ ചോദിക്കുകയാണ്, അങ്ങ് പറയുന്നു അത് പൂർണ്ണമായി അനുഭവിക്കുമ്പോൾ ശുദ്ധമാണ്, നിശ്ചലമാണ്, ആനന്ദമാണ്, അതിനനങ്ങാൻ പോലും സാധ്യമല്ല. അപ്പോൾ ഗുരു, അത് ഇനി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് കാണുന്ന ആളിന്റെ ചോദ്യമാണ്. അതിനൊരു ഉത്തരം പറയണ്ടേ? അതിനുവേണ്ടി മാത്രം ഈ മായയെ അംഗീകരിച്ചിരിക്കുന്നു. അല്ലാതെ അവിടെ മായയില്ല, ഒന്നുമില്ല. എന്താണ് ഉത്തരം? അതിലുണ്ട് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കാനുള്ള മായാശക്തി അതിലുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് കാണും? അതാണ്, അതിന് ശക്തി ഉണ്ടെന്ന് കരുതിക്കോളൂ. അലയറും ആഴിയിലുണ്ട് അനന്തമായാകല. ഇതു കല്യ, ഇത് ഏത് നിമിഷവും നാനാത്വ സൃഷ്ടി നടത്താൻ കഴിവുള്ളവളാണ്. കല്യ, സൃഷ്ടിക്കാൻ കഴിവുള്ളവളാണ്. ഇതു കല്യ, അനാദികാര്യം. ഈ ശക്തിയാണ് അനാദിയായ കാര്യം. അതായത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ ശക്തിയാണ്. എല്ലാം അതിക്കിടക്കുകയാണ്. ഒരാലിന്റെ വിത്ത് ശാഖോപശാഖയായി വളരാനുള്ള ആല് മുഴുവൻ അതിലിരിക്കുകയാണ്. ആല് മുഴുവൻ. അപ്പോ വിത്തിൽ വൃക്ഷം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് പോലെ ഈ ശക്തിയിൽ പ്രപഞ്ചം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ശാന്തോഗ്യോപനിഷത്തിൽ ഈ ബോധം എങ്ങനെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ ഉളവാക്കുന്നത് എന്ന് ശിഷ്യന് സംശയം തോന്നുന്നു. മകനാണ് ശിഷ്യൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ആൽവൃക്ഷത്തിൽ നിന്നും ഒരു കായ് പറിച്ചുകൊണ്ട് വന്നു. അത് പിളർന്നു. അതിൽ നിന്നൊരു തരി എടുത്തു. ആ തരിയും പിളർന്നു. ഇതിലെന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല, വിശേഷിച്ചൊന്നും കാണുന്നില്ല. പക്ഷെ നിനക്കറിയാമോ, ഈ തരിയാണ് പടർന്ന് പന്തലിച്ച് കാടുപോലെ നിൽക്കുന്ന ഈ വൃക്ഷം. ഈ ആൽവൃക്ഷം, നമ്മുടെ ആശ്രമത്തിന്റെ മുമ്പ് നിൽക്കുന്ന ഈ വൃക്ഷം മുഴുവൻ ഈ തരിയിൽ അടങ്ങിയിരിക്കുന്നു. അതിലടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് വൃക്ഷമായി മാറുന്നത്? അത്ഭുതകരമല്ലേ ഇത്? ഇതിനേക്കാളൊക്കെ വലിയ അത്ഭുതം എന്തുണ്ട്? വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ മനുഷ്യ, നീ നിന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കൂ. അതിസൂക്ഷ്മമായ പിതൃബീജം സാധാരണ കണ്ണിന് കാണാൻ പോലും വയ്യ. അത് മാതൃഗർഭത്തിൽ ചെന്നിട്ട് എത്ര വിചിത്രമായ ഒരു രൂപവുമേന്തി ഒരു കുഞ്ഞായി പുറത്തേക്ക് വരുന്നു. ഇതിനെന്താ അർത്ഥം? അണുമാത്രമായ ആ ബീജത്തിൽ ഈ കുഞ്ഞ് വിചിത്രമായ ഈ എല്ലായിടത്തും ഈ മാംസം, കണ്ണ്, തലമുടി, രക്തം, മജ്ജ, ഇതൊക്കെ ആ അണുവിൽ അടങ്ങിയിരുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഏതസ്മാത് കിമിവ ഇന്ദ്രജാലം? കണ്ടുപിടുത്തം കൊണ്ടൊന്നും പോരാ, അതൊക്കെ ഇങ്ങനെ ആവുന്നു. ഇതെങ്ങനെ? ഇതിനേക്കാൾ എന്താ ഇന്ദ്രജാലം? ഇതാണ് ഏറ്റവും വലിയ ഇന്ദ്രജാലം. ഏതസ്മാത് കിമിവ ഇന്ദ്രജാലമപരം യത് ഗർഭവാസസ്ഥിതം രേതശ്ചേതത്തി. അമ്മയുടെ ഗർഭപാത്രത്തിലെത്തുന്ന അതിസൂക്ഷ്മമായ ഒരു ബീജം അവിടെ ഇരുന്ന് ചൈതന്യവത്താകുന്നു. എങ്ങനെ? ഹസ്തമസ്തഹതയ, കയ്യ്, കാല്, തലയോട്ടി, തലച്ചോറ് ഒക്കെ അത് ഇന്ന് രൂപം കൊള്ളുന്നു.
ഹസ്തമസ്തകതയാ ഭൂതനാനാങ്കുരം. എന്നിട്ട് അതിങ്ങനെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ കടന്നു പോകുന്നു. ഇതൊക്കെ ആ ബീജത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒന്നും വരാൻ സാധ്യമല്ല. ഒടുവിൽ പശ്യത്യത്യശൃണോതി ജിഘ്രതി തഥാ ഗച്ഛത്യഥാ ഗച്ഛതി. ഓടുന്നു, ചാടുന്നു, യുദ്ധം ചെയ്യുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. എന്ത് ക്രിക്കറ്റ് ഇപ്പോൾ ഞാൻ നേരം പോക്ക് പറയല്ലേ, യുദ്ധത്തെക്കാൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കാൾ ഇന്ന് പ്രധാനമായ ഒരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. എന്ത് കളിയൊക്കെ കണ്ടാൽ എന്ത് ഗംഭീരം! അവിടെ ആകെ ഇളകി മറിയുകയല്ലേ. ആരായി ഇളകി മറിയുന്നതൊക്കെ അതിസൂക്ഷ്മമായ ഒരു പരമാണു. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ തീരുന്നു. പരമാണുമില്ല, ഒന്നുമില്ല. ഇതിനേക്കാൾ വലിയൊരു ഇന്ദ്രജാലം എന്തുണ്ട്? ഈ ഇന്ദ്രജാലം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് സിദ്ധികൾ അന്വേഷിച്ച് നടക്കുന്നത്. ഈ ഇന്ദ്രജാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് ഈ ഇന്ദ്രജാലമാണ് ഇവിടെയൊക്കെ ഉള്ളത്, ഒരേ ഒരു അഖണ്ഡ ബോധസത്ത എന്നുറപ്പിക്കുക. ഇവിടെ അത് മാത്രമേ, ഇതാ ഗുരുദേവനെ പല പല ശ്ലോകങ്ങളിൽ ഇത് മാത്രം, ഇവിടെ ഒന്നേ ഉള്ളൂ. എന്ത് വില കൊടുത്തും എവിടെയും അത് ഉറപ്പിക്കൂ. അടുക്കളയിലായാലും ശരി, യുദ്ധക്കളത്തിലായാലും ശരി, യുദ്ധക്കളത്തിൽ പോലും അത് ഉറപ്പിക്കൂ. അലയറും ആഴിയിലുണ്ട് അസംഖ്യമായാകല ഇത് കല്യ. ഇതേത് നിമിഷവും ജഡദൃശ്യങ്ങളെ ഉണ്ടാക്കും, ഉണ്ടെന്ന് തോന്നിപ്പിക്കും, മറയ്ക്കും. ഇതതിന്റെ ജോലിയാണ്. ഈ ഇന്ദ്രജാലം കാണിക്കൽ അനാദികാര്യമാകും. സലില രസാദി ശരീരമേന്തി ഈ ശക്തിയാണ് വെള്ളം, ഭൂമി തുടങ്ങിയ പ്രപഞ്ചദൃശ്യങ്ങളായി മാറി. സലിലം വെള്ളം, രസഭൂമി. സലില രസാദി ശരീരമേന്തി നാനാ ഉരുവായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചമായി, ശരീരങ്ങളായി, ഒരു ശരീരം നാനാ ഉരുവായി നിന്നിടുന്നു ഈ മായാശക്തി. മായാശക്തി പ്രപഞ്ചമായി മാറുന്നു എന്നെന്തിനു പറഞ്ഞു? ഈ പ്രപഞ്ചത്തിൽ, ഈ നാമരൂപങ്ങളിൽ പുതിയ വസ്തുലേശം പോലുമില്ല. ഐന്ദ്രജാലികൻ കാണിക്കുന്ന മായാരൂപങ്ങളിൽ ഐന്ദ്രജാലികന്റെ ശക്തിയല്ലാതെ അണുപോലും യാഥാർത്ഥ്യം ഇല്ല, വസ്തുവില്ല. അപ്പൊ ചിലർ ചോദിച്ചേക്കും, അതുകൊണ്ടാണ് വസ്തുവില്ല. അതിന് വിവേകാനന്ദ സ്വാമിക്കും മറ്റും ഐന്ദ്രജാലികൻ പഴമുണ്ടാക്കി കൊടുത്തിട്ട് ഭക്ഷിച്ചോളാൻ പറഞ്ഞതോ സാർ? അവര് ഭക്ഷിച്ചതോ? ഇല്ലാത്തതുകൊണ്ടാണോ? ഈ ചോദിക്കുന്ന ആൾക്ക് വേദാന്തം ഒന്നും ഒരു പിടിയുമില്ല. എന്തുകൊണ്ടെന്നോ, വിവേകാനന്ദ സ്വാമിയൊക്കെ ആദ്യം പറയുന്ന എന്താ? ഞാനില്ല. ഇല്ലാത്ത സ്വാമിയാണ് ആ ഇല്ലാത്ത പഴം ഭക്ഷിക്കുന്നത്. ഐന്ദ്രജാലികൻ അത് വേണ്ടതാണ്. അതാണ് ഉപാദാന ഉപകരണ പ്രയോജന വിവർജിത. അവർക്ക് ആവശ്യമേ ഇല്ല, അവർക്കത് ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് ദൈവം. ഒരു ഐന്ദ്രജാലികന് താൻ ഇന്ദ്രജാലം കൊണ്ട് കാണിക്കുന്ന വസ്തു ഒന്നും തനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ ഒക്കെ പോവും. പാടില്ല എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ പിന്നെ 2 ദിവസത്തേക്ക് നിൽക്കില്ല ഇന്ദ്രജാലം. അങ്ങനെ ഒരു ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം. ഇതിൽ കയറി പറ്റിപ്പിടിച്ചാൽ ഏത് ചക്രവർത്തിയും കഠിന ദുഃഖത്തിൽ ജീവിതം അവസാനിപ്പിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സുഖമാണ്. നിസ്സംഗനായി കർമ്മം ചെയ്യൂ, അനന്തസുഖം, ഒരിക്കലും വിട്ടുപോകാത്ത അനന്തസുഖം. അലയറും ആഴിയിലുണ്ട് അനന്തമായാകലയിത്തു കല്യ. ഇതേത് നിമിഷത്തും ദൃശ്യങ്ങളെ ഉണ്ടാക്കി കാണിക്കും. അനാദികാര്യം
വസ്തുവിൽ അനാദിയായി നിലനിൽക്കുന്ന കാര്യം ഈ ശക്തിയാണ്. അനാദികാര്യം ഇത് തന്നെയാണ് സലില രസാദി, വെള്ളം, ഭൂമി തുടങ്ങിയ സലില രസാദി ശരീരമേന്തി ജഡദൃശ്യങ്ങളായി നാനാ ഉരുവായി നിന്നിരുന്നു. അനേകം പ്രപഞ്ച ശരീരങ്ങളായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്നത് ഈ ഒരേ ഒരു മായാശക്തി, ഇല്ലാത്ത ശക്തി, ഇല്ലാത്ത കാര്യങ്ങൾ, ഉള്ളത് ഒരേ ഒരു വസ്തു മാത്രം. അങ്ങനെയാണോ? അങ്ങനെ തന്നെ. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു. രസിച്ചുകളയാം. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സമ്പാദിച്ചോളൂ. പക്ഷെ എപ്പോഴും ഇത് ഓർമ്മ വേണം. നവനവം, ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം. ഇതിലപ്പുറം വ്യക്തമായി എന്ത് പറയണം? ഒരു ഭേദവുമില്ല, അറിഞ്ഞിടേണം. ആ ശ്ലോകത്തിന്റെ അർത്ഥം പറയേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മൾ അതൊക്കെ ഇപ്പൊ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓരോരുത്തരുടെ വിചാരം എന്താ? ഇന്ന് നാളെ ഞാൻ പറഞ്ഞില്ലേ, പണം സ്വിറ്റ്സർലൻഡിലും മറ്റും എക്സിസ്റ്റൻഷ്യലിസം, പണം കണ്ടമാനം, എങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു കെട്ടിടം വെച്ചു, ഗംഭീരമായ കെട്ടിടം. 6 മാസം കഴിയുമ്പോൾ അത് ഇടിച്ചു പൊളിച്ചിട്ട് വേറെ ഫാഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് ഇന്ത്യയിലും അതുപോലെയാണ്. പലതും ഫാഷൻ മാറുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ കാറിന്റെ ഫാഷൻ മാറി, വേറൊരു പുതിയ കാറ്, ഉടനെ പഴയ കാറ്. സ്വിറ്റ്സർലൻഡിലൊക്കെ ആണെങ്കിൽ അത് പഴയ കച്ചവടം ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. വല്ല ഓടയിലും തള്ളി അല്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് ഒരു പുതിയ കാറ് വാങ്ങുകയാണ്. അവിടെ ഒരു സ്വാമി എന്നോട് പറഞ്ഞത്, രാമകൃഷ്ണ മിഷനിലെ സ്വാമി, വലിയ തിരക്കാണ് അവിടെ ഈ ഷോപ്പുകളിൽ. എന്തിനാന്ന് വെച്ചാൽ പുതിയ ഫാഷൻ ഡ്രസ്സ്, മറ്റു സാധനങ്ങൾ, പുതിയ ഫാഷൻ എന്ത് വന്നിട്ടുണ്ട്, അതിങ്ങനെ മാറി മാറി ഈ സത്യമറിയാത്തവർ അതല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ഈ പരമസത്യം പിടികിട്ടിയിട്ടില്ല. അതിരത്തെ ആനന്ദം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ മായാദൃശ്യങ്ങളെ ഒന്ന് സത്യമറിഞ്ഞ് ഇവയെല്ലാം ഒരേ ഈശ്വരതത്വമാണ് എന്നുറപ്പിച്ചാൽ കിട്ടാവുന്ന അനന്തസുഖം ഉള്ളിലിരിക്കുന്നു എന്നറിയാത്തവർ പിന്നെ എങ്ങനെ സുഖിക്കും? അവർക്ക് പിന്നെ ഇതേ മാർഗമുള്ളൂ. ഇത് സുഖം തേടി പോകുന്നു. പക്ഷെ എത്ര മുമ്പോട്ട് പോകും തോറും സുഖം കിട്ടുന്നില്ല. കാര്യമായ സുഖം കിട്ടുന്നില്ല. 10 വീട് വെച്ചു, 12 കാർ വാങ്ങിച്ചു, കോടിക്കണക്കിന് പണം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. നമ്മുടെയൊക്കെ വലിയ ചില സ്റ്റേറ്റിലെ PSC ചെയർമാൻമാർ പോലും അവരുടെ ബന്ധുക്കളുടെ സകല വീടുകളിലും അൽമാരകളിൽ നോട്ട് കെട്ടാണ്. ഇതവരെ എങ്ങനെ സുഖിപ്പിക്കും? ബന്ധുക്കളുടെ വീട്ടിൽ നോട്ട് കെട്ട് വച്ചിരിക്കുകയാണ്. പഞ്ചാബിലെ ഒരു PSC ചെയർമാന്റെ കഥ ഇടയ്ക്ക് വന്നില്ലേ? ഇതെന്തിനാണ്? ഓരോ ബന്ധുക്കളുടെയും അലമാരകൾ മുഴുവൻ നോട്ട് കെട്ടുകൊണ്ട് നിറച്ചാൽ ഈ വീട്ടിലിരിക്കുന്ന എനിക്ക് സുഖം കിട്ടുമോ? പക്ഷെ അപ്പോഴും പോരാ. ഇത് മായല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇവിടെയും ഒക്കെ നോക്ക്, ധാരാളം പത്രങ്ങളിൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അതുകൊണ്ട് നാളെ പുതിയത് ഇതിങ്ങനെ പരക്കം പാഞ്ഞിട്ട് വിശേഷമില്ല. വേണമെങ്കിൽ അതും നടത്തിക്കോളൂ. ഇതറിഞ്ഞുകൊണ്ട് നേരം പോക്ക്. പണമുണ്ടെങ്കിൽ ശരി, പുതിയ സാധനങ്ങൾ നല്ലൊരു വേദാന്തിക്ക് ചെയ്ത് ഉറപ്പ് വന്ന ആൾക്ക് അത് ഒരുപാട് പണം കയ്യിൽ ആരിൽ നിന്നും പിടിച്ചു പറിക്കുന്നതല്ല, എങ്ങനെയോ വരുന്നു. ശരി, നടക്കട്ടെ. പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂ വീട്ടിൽ.
എന്താ പാടില്ലാത്തത്? അതൊക്കെ ധർമ്മം. എന്ത് ധർമ്മമുള്ള ഇല്ല. ഈ വായിക്കുന്നത് പോലും ഇല്ല. നല്ല നിശ്ചയം ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോളൂ. ഉറപ്പില്ലാതെ ആണെങ്കിൽ അതിൽ പരം ദുരന്തം. എന്നുവെച്ചാൽ അതിനോടൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് മനസ്സിങ്ങനെ. അതിനോടൊക്കെ ഈ ഉറപ്പില്ലാത്ത ഒരാൾ പറ്റിപ്പിടിച്ചുകൊണ്ടാണ് അതൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഓരോന്ന് വാങ്ങുമ്പോഴും താൻ എപ്പോ മരിച്ചു പോകും, അതിന് അത് വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ടതെപ്പോ, ഈ ചിന്ത മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കും. നല്ല ഇത് ഉറപ്പിച്ചുകൊണ്ട്, ഞാൻ പറയുന്നതല്ല, കൃഷ്ണൻ പറയുന്നു, ഇത് ഉറപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കോ അർജുന. നീ നിന്റെ ഭീഷ്മരെയും ദ്രോണരെയും മാത്രമല്ല, നിനക്ക് ഈ ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഹത്വാവിസൈമാൻ ലോകാൻ മഹന്തി, ഈ ലോകത്ത് മുഴുവൻ കൊന്നോളൂ. അത് കൃഷ്ണനെ കണ്ട് തന്നെ പഠിക്കണം. കൃഷ്ണനെ കണ്ട് പഠിക്കണം. അദ്ദേഹം എന്തിനും തയ്യാറാണ്. കൃഷ്ണൻ എന്തുകൊണ്ടാണ് പൂർണ്ണാവതാരമായിട്ട് പറയപ്പെടുന്നത്? ഒരു തുള്ളി കണ്ണീർ ജീവിതത്തിൽ ആ കണ്ണിൽ പൊടിഞ്ഞിട്ടില്ല. തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിത്തും അർഹസി. അർജുന, പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ ദുഃഖിക്കരുത്. ദുഃഖം കൃഷ്ണനെ സ്പർശിച്ചിട്ടേ ഇല്ല. ഇത് നമുക്ക് സാധിക്കുമോ? ഞങ്ങൾ കൂടെ പറയാറുണ്ട്, ബ്രഹ്മനിഷ്ഠ വേണമോ? ഒരു വേദാന്തവും പഠിക്കണ്ട, ഇപ്പൊ നിശ്ചയിക്കൂ, ഞാൻ ദുഃഖിക്കില്ല. പലരും മരിച്ചാൽ മരിക്കട്ടെ, അതിനെന്താ, ഞാൻ വേണമെങ്കിൽ ബലിയിടാം, ദുഃഖിക്കണമെന്നുണ്ടോ? ദുഃഖിക്കില്ല. ഭൂകമ്പം വന്നാലോ, ഭൂകമ്പം വന്നാൽ ഞാൻ ദുഃഖിച്ചിട്ടെന്താ? ഭൂകമ്പം മാറി കിട്ടുമോ? ദുഃഖിക്കില്ല ഞാൻ. ഭൂകമ്പമല്ല, ഈ ആരും മരിക്കുകയോ ആർക്ക് സൂക്കേടോ ചെയ്യാവുന്നത് പരമാവധി ചെയ്യാം. അപരിഹാര്യമായ ഒരു പോയിന്റ് വന്നാൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, സന്തോഷം. അദ്ദേഹം മരിച്ചു പോവില്ല. മരിക്കുന്നതിന് ഞാനിപ്പോ ഇവിടെ ദുഃഖിച്ചാൽ മരിക്കാതിരിക്കുമോ? എന്നാൽ ഞാൻ സന്തോഷിക്കട്ടെ, അദ്ദേഹം മരിക്കട്ടെ, എന്താ ദോഷം? എത്രയോ പേർ മരിക്കുന്നില്ലേ? ഇപ്പോ ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ ഇന്നു മുതൽ ദുഃഖിക്കില്ല, ബ്രഹ്മനിഷ്ഠ. ദുഃഖ സംയോഗ വിയോഗം, ഇതാണ് ബ്രഹ്മാനുഭവം. ഇനി എന്നെ ദുഃഖം ബാധിക്കുകയില്ല. എന്ത് വേണോ സംഭവിക്കട്ടെ, ഞാൻ ദുഃഖിക്കാൻ തയ്യാറില്ല. വേണമെങ്കിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. ദുഃഖിച്ചുകൊണ്ടല്ല, അങ്ങേയറ്റം സുഖിച്ചുകൊണ്ട്. ഇതുറപ്പിക്കാമോ? അതുകൊണ്ട് ഗുരുദേവൻ പറയുന്നു, നവനവം. ഇന്നലെ, ഇന്നും നാളെ, ഇന്നിപ്പോ വേറെ പുതിയത്, നാളെ വേറെ പുതിയത്, മറ്റേ ദിവസം അതിനേക്കാൾ പുതിയ ഫാഷൻ. ഗുരുദേവൻ എനിക്ക് തോന്നുന്നു ഈ സ്വിറ്റ്സർലൻഡിലെ കാര്യമൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വരാൻ പോകുന്ന കാര്യമൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കും. നവനവം, ഇന്നലെ, ഇന്ന്, നാളെ, മറ്റേ ദിവസം. ഇതിങ്ങനെ ചിന്ത ചെയ്യാതെ വേണമെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളൂ. അതെന്റത് നിന്റത് എന്നൊന്നും വാശി പിടിക്കാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം അവിരതം സദാസമയം ഒരു മാറ്റവുമില്ലാതെ എണ്ണി എണ്ണി അളക്കുകയാണ്. പത്രങ്ങളിൽ കണ്ട കാറ്, പുതിയ പുതിയ കാറ്, ഈയിടെയൊക്കെ എന്തോ ഗംഭീരൻ പുതിയ ഫാഷനിലുള്ള. പണമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കെന്താ പുതിയ കാറ് വാങ്ങിച്ചാൽ. പക്ഷേ വെറും ഒരു സ്വപ്നത്തിലെ കാറ്, അതിൽ കയറി നടക്കുകയും ചെയ്യാം. വെറും സ്വപ്നാനുഭവം, ദുഃഖത്തിന്റെ പ്രശ്നമേ ഇല്ല. നവനവൻ ഞാനിത് ആവർത്തിച്ചു പറയുന്നത്, ആളുകൾക്കൊരു വലിയ തെറ്റിദ്ധാരണ. വേദാന്തെന്ന് പറഞ്ഞു പോയോ പിന്നെ കുടുംബം പാടില്ല, പൈസ കൈകൊണ്ട് തൊടാൻ പാടില്ല, പുതിയ ഒരു വസ്തുവും വാങ്ങാൻ പാടില്ല, ഒന്നും വേണ്ട. പക്ഷെ ഈ ശരീരം കൊണ്ട് നടക്കാമോ? അതും പാടില്ലാത്തതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യും? ശരീരം കൂടാതെ വല്ലയിടത്തും പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വലിയ തെറ്റായ ധാരണയുണ്ട്. വാസ്തവത്തിൽ
ഭാഗവതത്തിലും മറ്റുമുള്ള അസുര ചക്രവർത്തിമാർ, പ്രധാനപ്പെട്ട അസുര ചക്രവർത്തിമാരെല്ലാം അങ്ങേയറ്റത്തെ വേദാന്തികളായിരുന്നു. മഹാബലി ഗംഭീര വേദാന്തിയാണ് മഹാബലി. മഹാബലിയുടെ അച്ഛൻ വിരോചനനിൽ നിന്നാണ് മഹാബലി ആദ്യമായിട്ട് വേദാന്തം പഠിക്കുന്നത്. വിരോചനന്റെ അച്ഛനാണ് പ്രഹ്ലാദന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇവരെല്ലാം ഒന്നാം തരം വേദാന്തികൾ. പക്ഷെ അവരുടെ കളി ഗംഭീരമായിട്ട് നടത്തി. അവരുടെ കളി എന്താ? സ്വർഗത്തെയൊക്കെ അടിച്ച് തകർക്കുക, ദേവന്മാരെ പുറത്താക്കുക. ഇതാണ് അവരുടെ ജോലി. അവരതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. എന്തിനു കാണിക്കണം? ഈ കളി, ഈ വേഷമെടുത്ത ആൾക്ക് ഇതാണ് കളി, അവർ കളിക്കുന്നു. ഇതെല്ലാം ഈ സത്യത്തെ ഉറപ്പിച്ചുകൊണ്ട് വേണം. അല്ലാതെ വേണ്ടാത്ത കളിയൊക്കെ ചെയ്താൽ പരമദുരിതം, ദുഃഖം.